നമസ്കാരം. പ്രിയ കൗലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ഇപ്പോൾ വെക്കേഷനാണല്ലോ. ആദ്യത്തെ ഒരു മാസം ഏപ്രിൽ മാസം ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ മെയ് തുടങ്ങി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കിലോട്ട് പോവും. ഈ വെക്കേഷനിൽ നമ്മളെ മക്കളൊക്കെ എവിടെയാണ്? ഒരു ഗ്രൗണ്ടുകളിലും ഒന്നും ആരെയും കാണാനില്ല. ക്ലൈമറ്റ് വളരെ ചൂടായതുകൊണ്ട് മിക്കവാറും എല്ലാ മക്കളും വീട്ടിനകത്ത് തന്നെ ഉണ്ടാവും. എന്നാൽ വീട്ടിനകത്ത് അവരെന്താ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് പാരൻസിനോടാണ് ചോദിക്കേണ്ടേ. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വെക്കേഷൻ ആകുമ്പോൾ വീട്ടിലെന്താ ചോദിക്കണമെന്നറിയോ? ബന്ധുക്കളുടെ വീട്ടിൽ പോകണ്ടേ, ഫ്രണ്ട്സിനെ കാണണ്ടേ എന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ ഒരു മക്കളും ഇങ്ങനെ ഒരു ആവശ്യവും ചോദിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കേട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ. പിന്നെ അവർക്ക് ആവശ്യമുള്ളത് അവരുടെ വീട്ടിനകത്ത് തന്നെ സുലഭമായിട്ട് കിട്ടും. എന്താ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളതെന്നറിയോ? ചുരുണ്ടുകൂടാനൊരു അല്പ സ്പേസും കയ്യിൽ ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ഒരു സ്മാർട്ട് ഫോണും, പിന്നെ കുറിക്കാനായിട്ട് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കുർക്കുറെ, ലെയ്സ്, പിന്നെ ഒരു 7up ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി. അതില്ലെങ്കിലും ഒരു ഹാപ്പിയാണ്. ഒരു തൽക്കാലം കുറച്ച് സാധാരണ ഐസ് വാട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ തന്നെ ഇരുന്നോളും. പക്ഷേ ഇടയ്ക്ക് ഒന്ന് എണീക്കും. അപ്പോൾ ഊഹിക്കുക എന്തിനാണെന്നറിയോ? ഡേറ്റ കഴിയുകയാണെങ്കിൽ ഹോട്ട്സ്പോട്ട് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോഴവർക്ക് ബോധ്യമാവണേ ഈ വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അവരുടെ അടുത്തോട്ടാണ് പോകുന്നത്, ഹോട്ട്സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ച്. നമ്മുടെ മക്കൾക്ക് ഇതെന്താ സംഭവിച്ചേ? 2018 കോവിഡ് വന്നപ്പോൾ അതിനെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ഓടിച്ചു. പക്ഷേ അതിൻ്റെ പരിണിത ഫലമായിട്ട്, അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് വന്ന് ഈ മൊബൈൽ മാനിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ദിവസം കഴിയുന്തോറും ഈ മൊബൈൽ അഡിക്ഷൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ചില പാരൻസ് വളരെ ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ. കാരണം പണ്ടൊക്കെ വീട് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാൽ മക്കൾ 2 മിനിറ്റ് കൊണ്ട് അതിനെ നാശമാക്കും, വീട് അലങ്കോലപ്പെടുത്തും. കാരണം വീടിനകത്ത് പന്തുകളി, ഫർണിച്ചറിനെ അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് കുഷൻ്റെ പുറത്തൂടെ ചാടി ഓടി അങ്ങനെ വീടൊരു കളിക്കളമാക്കി മാറ്റും. ഇന്ന് അങ്ങനെയൊന്നുമല്ല. രാവിലെ വീട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി അങ്ങ് ഇട്ടാൽ ഒരല്പം പോലും പൊടി പോലും വരുന്നില്ല വീട്ടിൽ. കാരണം നമ്മുടെ മക്കൾ നിലത്ത് നടക്കുന്നില്ലല്ലോ. രാവിലെ എവിടെയാണോ അവരെ ഇരുത്തുന്നത് അവിടെ തന്നെ ആയിരിക്കും രാത്രി വരെ ഒരേ ഇരിപ്പ്. സ്ഥിരം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ല, ഓർമ്മ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സ്ഥിരം ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ജങ്ക് ഫുഡും കഴിച്ച് ഫോണിൽ മുഴുകിയിരിക്കുമ്പോൾ അവർക്ക് ഒബീസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ അമിതവണ്ണം. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം, അത് വളരെ ഭയാനകമായിട്ടാണ് തോന്നുന്നത്. കാരണം ഓരോ മക്കൾക്കും അവർക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്നെന്ന്. അവർക്കോ അവരെ പാരൻസിനോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ പല സ്കൂളുകളിലും നടത്തുന്ന നേത്ര ക്യാമ്പുകളിൽ വെച്ചിട്ട് ഡോക്ടേഴ്സാണ് കണ്ടുപിടിക്കുന്നത് ഇവരുടെ വിഷന് പ്രശ്നമുണ്ട് എന്ന്. മിക്കവാറും ഫോൺ കണ്ടിരിക്കുന്ന മക്കൾ ഒന്ന് ഇമ വെട്ടാൻ പോലും മറന്നു പോകുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ച്, എന്തുകൊണ്ടാണ് മൊബൈൽ അഡിക്ഷൻ ഉണ്ടായത്, എന്ത് ചെയ്താലും മൊബൈൽ അഡിക്ഷൻ മാറുന്നത് എന്നൊക്കെ. പക്ഷേ പാരൻസ് എല്ലാം ഇത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ മക്കളോ സ്കിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സമാധാനം, അവരത് സ്കിപ്പ് ചെയ്ത് പോകും. ഇതൊന്നും കാണേണ്ട കാര്യം അവർക്കില്ലല്ലോ. ഇന്ന് നമ്മളെ മക്കൾ മൊബൈൽ ഫോണിന് ഇരകളായിക്കൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് എങ്ങനെ അവരെ തിരികെ കൊണ്ടുവരാം, അതാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ മക്കളോട് എനിക്ക് പറയാൻ അധികമൊന്നുമില്ല. കാരണം എനിക്ക് പറയാനുള്ളത് പാരൻസായ നിങ്ങളോടാണ്. ആദ്യം നിങ്ങളുടെ ഫോൺ ഒന്ന് മാറ്റി വയ്ക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കുക. മക്കളെ ഫോൺ ഉപയോഗിക്കരുത്, കണ്ണിന് പ്രശ്നമാണ്, ബുദ്ധിക്ക് കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ വെറുതെ ഉപദേശിക്കാൻ നിൽക്കണ്ട. കാരണം ഉപദേശം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. മാത്രമല്ല ഒരാളെ ഉപദേശിച്ചുകൊണ്ട് ഉടനെ നന്നാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറ്റകൃത്യങ്ങൾ നടക്കില്ലല്ലോ. ആൾക്കാരെ ഉപദേശിച്ച് നന്നാക്കാമെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഉപദേശിച്ച സമയം കളയാതെ അവർക്കൊരു മാതൃകയാവണം. നിങ്ങളുടെ ഫോൺ മാറ്റി വെച്ച് അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിച്ചാൽ അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ കഴിയും. മുമ്പ് കാലങ്ങളിൽ ഓരോ വീട്ടിലും ഒരു വീട്ടിൽ 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ 5 പേരും ഒരേ സമയത്താണ് ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അങ്ങനെ ആഹാരത്തെ രുചിച്ച് അറിഞ്ഞ് കഴിച്ചിരുന്നു. എന്നാൽ
ഇന്ന് 5 പേരുള്ളൊരു ഫാമിലിയിൽ 5 പേരും പല സമയത്തായിട്ടാണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പോലും 5 പേരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ. അത് ഓണാക്കി വെച്ചിട്ട് ആഹാരം ടേസ്റ്റ് അറിയാണ്ട് വെറുതെ വാരി കഴിക്കുക. പിന്നെ ആരുടെയോ ഭാഗ്യത്തിന് ഈച്ചയും പാറ്റയൊന്നും ഉള്ളിൽ പോകുന്നില്ല എന്ന് നമുക്ക് വിശ്വാസം അതല്ലേ ഇല്ല. പക്ഷേ ഈ ശീലം ഒന്ന് മാറ്റി ഈ ആഹാരം കഴിക്കുന്ന സമയത്തെങ്കിലും ഫോൺ മാറ്റി എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ കുടുംബത്തിൻ്റെ ഒരു ഹാർമണി നിലനിർത്താൻ നമുക്ക് പറ്റും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ആ കൂട്ടുകൂടൽ ഡൈനിങ് ഏരിയയിലെങ്കിലും ഉണ്ടാവട്ടെ ആദ്യം. പിന്നെ നമുക്ക് മക്കൾക്ക് കുറേ ആക്ടിവിറ്റീസ് കൊടുക്കാം. അമ്മമാർ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ മക്കളുടെ പ്രായത്തിനും അവരുടെ ആരോഗ്യത്തിനും അനുസരിച്ച് കുഞ്ഞു ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ഇട്ടിട്ട് അമ്മ മാറിയിരുന്ന സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളും കൂടി വളരെ സ്നേഹത്തോടു കൂടി അവരെ അടുത്ത് നിർത്തി അവരെ കൊണ്ട് കുഞ്ഞു ജോലികൾ ചെയ്യിക്കുക. അപ്പോൾ നെയ്യപ്പം കഴിച്ചാൽ 2 ഉണ്ട് കാര്യമെന്ന് പറയുന്നില്ലേ, അതുപോലെ നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ കഴിയും, അതുപോലെ മക്കളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും കഴിയും. കിച്ചണിലെ ജോലികൾ മാത്രമല്ല കേട്ടോ, കാർ വാഷ് ചെയ്യുമ്പോൾ, ഡ്രസ്സ് അലക്കുമ്പോൾ, വീട് ക്ലീൻ ചെയ്യുമ്പോൾ, ചെടി നനയ്ക്കുമ്പോൾ ഒക്കെ മക്കളെയും കൂടെ കൂട്ടാം. അത്രയും സമയം ആ ഫോണിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു ആക്ടിവിറ്റീസ് മക്കൾക്ക് കൊടുക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാം. പാരൻസിനുള്ള ടിപ്സാണ് ഇതൊക്കെ. നിങ്ങൾ ലീവ് എടുത്ത് നിന്ന് മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടത്തെ പോലെ അല്ല മക്കൾ, എല്ലാവരും നല്ല ബ്രൈറ്റാണ്. പൊതുവേ IQ ലെവൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ഒരു ടീച്ചർ പഠിപ്പിച്ചാലും മണിക്കൂറുകളോളം ടീച്ചറിൻ്റെ മുഖത്ത് തന്നെ നോക്കി ഇരുന്നോളും. അതുപോലെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു മക്കളും അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും സമയം ഇരിക്കാനുള്ളൊരു ക്ഷമയൊന്നും അവർക്കില്ല. അങ്ങനെ ഇരിക്കേണ്ട കാര്യവും അവർക്കില്ല. കാരണം ഒരു കാര്യം ഒരിക്കൽ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തോളും. പിന്നെ മക്കളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാം. അവർ ഫോണിലൂടെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വിജ്ഞാനവും വിനോദപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വൺ വേ പോലെയാണ്. എല്ലാവരും കേൾക്കുന്നു, കാണുന്നു, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ്പ്രസ് ചെയ്യാൻ അവർക്കൊരു വേദി ഈ കാലത്ത് കാണുന്നില്ല. മിക്കവാറും അണുകുടുംബങ്ങളാണ്, ആർക്കും സമയമില്ല. അച്ഛനും അമ്മയൊക്കെ ഓഫീസിലാണ്, തിരിച്ചു വന്നിട്ട് അവർ ഫോണിൽ അവരുടെ തിരക്ക്. അപ്പോൾ ഈ മക്കളെ ആരും കേൾക്കുന്നില്ല. വീടായിരിക്കണം അവരുടെ ആദ്യത്തെ ഒരു വേദി. അവിടെ അവർ അവരുടെ മനസ്സിലുള്ളതൊക്കെ എക്സ്പ്രസ് ചെയ്താൽ മാത്രമല്ലേ അവർക്ക് പുറത്തു ഇറങ്ങിയിട്ട് ഒരു സഭാകമ്പം കൂടാണ്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഒന്നും പഠിപ്പിക്കണ്ട. ഈ ഡേ ടു ഡേയിൽ നടക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ വാർത്ത, ഇതിൻ്റെയൊക്കെ കോണ്ടൻറ്റ് അവർക്ക് ഇട്ടു കൊടുക്കുക. അപ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് വരട്ടെ, നല്ല പദസമ്പത്ത് വർദ്ധിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എത്രത്തോളം കഴിവ് അവരുടെ ഉള്ളിലുണ്ടെന്ന്. ഇതിൽ നിന്ന് അവരുടെ ക്രിയേറ്റിവിറ്റി, ആ കഴിവും ഇതെല്ലാം പാരൻസിന് ഈസിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ ഒന്ന് ചിലവാക്കിക്കൂടെ? ഇതും ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ വളരെയധികം സഹായിക്കും. പണ്ട് കാലത്തെ ബാല്യം പോലെയല്ല ഇന്ന്. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വെക്കേഷൻ ആകുമ്പോൾ ഒരുപാട് പിള്ളേർ ആ ഏരിയയിലുള്ളവർ ഒരുമിച്ച് കൂടും, കുറേ കളിക്കും. പിന്നെ ആരുടെയെങ്കിലും മാവിൽ കല്ലെറിഞ്ഞ് മാങ്ങ ഇടും, മാങ്ങയും ഉപ്പും മുളകും ഒക്കെ ആയിട്ട് കഴിക്കും, നെല്ലിക്ക പറിച്ച് കഴിക്കും, ഏതെങ്കിലും വീട്ടിൽ കയറി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കും. അങ്ങനെ നല്ല രസമുള്ളൊരു ബാല്യം. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് വേറെ അധികം ഫ്രണ്ട്സൊന്നുമില്ല, വീട്ടിൽ നിന്ന് ആരും മക്കളെ പുറത്തു പോലും വിടുന്നില്ല, വീട്ടിനകത്ത് പൂട്ടി ഇരുത്തിയേക്കുക. അപ്പോൾ അവർക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അവരുടെ മൊബൈൽ ഗെയിമുകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അത് തന്നെയാണ് അവരുടെ സന്തോഷം. അപ്പോൾ ഇത് മാറണമെങ്കിൽ നമ്മൾ പാരൻസ് അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വെറുതെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എല്ലാ പാരൻസും മക്കളുടെ പഠിത്തത്തിന് വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്യും. അതായത് സ്റ്റഡി റൂം, സ്റ്റഡി ടേബിൾ, സ്റ്റഡി ചെയർ, പിന്നെ ഇഷ്ടം പോലെ ട്യൂഷൻസൊക്കെ. പക്ഷെ അവർക്ക് വേണ്ടി കളിക്കാനായിട്ട് എന്തെങ്കിലും സൗകര്യം ഏതെങ്കിലും പാരൻസ് ഇപ്പോൾ ചെയ്തു കൊടുക്കാറുണ്ടോ? പൂർണ്ണമായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. വിരലിലെണ്ണാവുന്ന കുറച്ച് പേർ മാത്രം കളിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ വെറും പുസ്തകപ്പുഴുക്കളായി മക്കളെ മാറ്റണോ? എപ്പോഴും ഇരുന്ന് പഠിച്ചാൽ അവർക്ക് നന്നായിട്ട് പഠിച്ച് അത് പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരിക്കലുമില്ല. അവരെ കളിക്കാൻ വിടുക, ഗ്രൗണ്ടിൽ അവർ ഓടിക്കളിക്കട്ടെ. അങ്ങനെ
അവർക്ക് ആവശ്യമുള്ള ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ ഇതുപോലത്തെ ഹാപ്പി ഹോർമോൺസ് എല്ലാം ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കും. ഇതൊന്നും വലിയ ചിലവില്ലാതെ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളാണ്. ഇതെല്ലാം മക്കൾ നേടട്ടെ. അത് കഴിയുമ്പോൾ അവരുടെ മനസ്സ് നല്ല ഫ്രഷ് ആവും, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും, നന്നായിട്ട് പഠിക്കാനും അത് നന്നായിട്ട് പെർഫോം ചെയ്യാനും അവർക്ക് കഴിയും. അങ്ങനെ നമ്മുടെ മക്കൾ നല്ലവണ്ണം കളിച്ച് പഠിച്ച് വളരട്ടെ എന്ന് മിക്ക ആൾക്കാരും, കുട്ടികൾ മാത്രമല്ല കേട്ടോ, മുതിർന്നവരും ഏത് പ്രായത്തിൽപ്പെട്ടവരും സമയം പോകാനായിട്ട് വെറുതെ ഫോൺ കാണുന്ന ഒരു ശീലം. അതായത് ആവശ്യത്തിന് ന്യൂസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വിനോദത്തിനുള്ള കാര്യങ്ങളും ഒക്കെ കാണാം. എന്നാൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് സമയം പോകുന്നില്ല, വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യാം എന്ന് വെച്ച് സമയം കൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമുക്ക് കളയുന്ന സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ടൈം ആൻഡ് ടൈഡ്, നോട്ട് വെയിറ്റ് ഫോർ നൺ എന്നല്ലേ. അങ്ങനെ ഫോൺ ഈസി ആയിട്ട് മാറ്റി വയ്ക്കാൻ പാരൻസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവം പോലെ ആയിപ്പോയി ഫോൺ. ഒരു സമയം ഫോണിൽ ബാറ്ററി ലോ ആകുമ്പോൾ ഓക്സിജൻ ഇല്ലാണ്ട് വരുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയാണ് ആൾക്കാർക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓട്ടം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരല്പസമയം ഈ ഡിവൈസ് നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിന് എന്ത് ചെയ്യണമെന്ന് പറയാം. 1-2 കുഞ്ഞു ടിപ്സ് പറഞ്ഞുതരാം. നമ്മളിനി, അതായത് കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും, ഒരു ഇത്ര സമയം മാത്രമേ ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുള്ളൂ എന്ന് ആദ്യം തീരുമാനം എടുക്കുക. നമ്മുടെ മനസ്സാണ് പ്രധാനം. നമ്മൾ തീരുമാനിച്ചാൽ അത് ഉറപ്പായിട്ട് നമുക്ക് നടത്താൻ കഴിയണം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ലേ. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം ഓഫാക്കി വയ്ക്കുക, ഫോൺ സൈലൻറ്റിലാക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത, അത് നമുക്ക് എടുക്കാൻ ഈസി ആയിട്ട് പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഫോൺ മാറ്റി വയ്ക്കുക കുറച്ച് സമയത്തേക്ക്. അത് കാണുമ്പോഴാണല്ലോ ഒന്ന് സ്ക്രോൾ ചെയ്യണമെന്നും മെസ്സേജ് നോക്കണമെന്നൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാവണേ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കുക. നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. ഇന്ന് വീട്ടമ്മമാർക്ക് ഒരുപാട് പരാതിയാണ്, സമയം കിട്ടുന്നില്ല. ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട്. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ബാക്കി ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. അത് ആർക്കും സമയം കിട്ടില്ല. അങ്ങനെ ചെയ്യാതെ അത്രയും സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ മക്കളുടെ ഭാവിയാണല്ലോ നമുക്ക് പ്രധാനം, അവരുടെ ആരോഗ്യമാണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ ഗാഡ്ജറ്റിനെ ഒന്ന് മാറ്റി വെച്ച് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ കളിക്കാം, ചിരിക്കാം, അടിച്ചു പൊളിക്കാം. ഓക്കെ, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.